ഹലോ ഗെയ്സ്, അപ്പം ഞങ്ങൾ ഇന്ന് ഇവാൻകുട്ടൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതാ വെള്ളത്തിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ചുറ്റിനും വെള്ളമാണ്. അതെ, ഒരാൾ പോയി നിൽക്കുന്നതുണ്ടോ? എന്താണോ എന്തോ അറിയത്തില്ല. എൻ്റെ പൊന്നെ, ഞങ്ങൾ ഈ അവസ്ഥയിലൂടെയാണ് പോകുന്നത് കേട്ടോ. ഈ മഴയത്ത് തന്നെ ഈ അവസ്ഥകളൊക്കെ ഉണ്ടാവണം. അമ്മേ ഇവാൻകുട്ട കാത്തുകുത്തിയും അപ്പം ഞങ്ങളിത് ഇങ്ങനെ പോവാണ്. എന്തായാലും ഞങ്ങൾ ഇവാനെ ദേ ഈ ആളുടെ മുടി വെട്ടിക്കാൻ പോണേ. അതെ, ഒരാവശ്യമില്ലാതെ ഇയാളെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഒരാവശ്യമില്ലായിരുന്നു. ഇവാൻകുട്ട നോക്കി കിടക്കണം, മൊത്തം ചെളിയൊക്കെയാണ് കേട്ടാ. കെയർഫുള്ളേ. മുടിയൊന്ന് പൊക്കി വെച്ചേ ഇവാൻകുട്ട, മുടിയൊന്ന് പൊക്കി വെച്ചേ. കണ്ണീർ കിടക്കുന്നു നിന്റെ മുടി. എന്തായാലും വെട്ടിക്കാനായിട്ട് പോവാണ്, കാരണം കുഴപ്പമില്ല. നല്ലൊരു മഴ വരുന്നുള്ള ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. കുട എടുത്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പരിതാപകരമായ കാര്യം. ഇതാ അതെ, ഇവിടെയൊക്കെ നിറച്ച് വെള്ളമാണ്. നോക്കി നടക്കണം കേട്ടോ. എൻ്റെ ദൈവമേ, ഈ വഴി വരണ്ടായിരുന്നു. ഭയങ്കര സീനാണല്ലോ, വഴി വരണ്ട. വാ, അപ്പം ഞങ്ങളിതാ വെള്ളക്കെട്ടിൽ നിന്നൊക്കെ നടന്നത് ഇങ്ങനെ റോഡിലേക്ക് എത്തിയേ. അങ്ങനെ റോഡിൽ കൂടെ ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഭയങ്കര ബഹളമാണ്. കിറ്റിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തയ്പ്പിക്കാൻ കൊടുക്കണം. ആ ഫ്രണ്ടേ പോകുന്ന ആളുടെ മുടി വെട്ടണം. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നോക്കണം. എൻ്റെ ഇടയ്ക്ക് ഈ ഒരാൾ കയറി വന്നതുകൊണ്ട് അയാളെ നോക്കണം. ഇറ്റിമോളാണ്. ഒരു സാധനത്തിന് ഞങ്ങൾ വഴി വെച്ച് കണ്ടതാണ്. വെരി ഡേഞ്ചർ സാധനം. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോവാണ്. അപ്പം നമ്മുടെ ഇവാച്ചന് കാത്തൂനെ താങ്ങാത്ത കൊണ്ട് വട്ടം പൊക്കിക്കൊണ്ട് പോവാണ്. നടന്നോ, മഴ വരുന്നുണ്ട്. അതിന് നമുക്ക് വീട് എത്തണം. പൂങ്കാവ് പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പോയത് ഇവാൻകുട്ടൻ്റെ യൂണിഫോം വാങ്ങിക്കാനാണ്. അപ്പോൾ ഇവാൻകുട്ടൻ്റെ യൂണിഫോം വാങ്ങിക്കാൻ ചെന്ന ഞങ്ങൾ കട്ട പോസ്റ്റ് ആയിരുന്നു. ഇവിടെ ചേട്ടൻ അതൊക്കെ റെഡിയാക്കി എടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളേ. വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത സമയം കൊണ്ട് രണ്ടുപേരും കൂടെ ഈ വട്ടം കറങ്ങളായിരുന്നു ഇവിടെ കിടന്നത്. ഞങ്ങൾ അടുത്ത റോഡായതുകൊണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചാൽ മഴ വന്നിട്ട് ഞങ്ങളിത് ഇവിടെ പോസ്റ്റാണ്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം. പോലെ തന്നെ മഴയും പെയ്ത ആ സമയത്ത് എന്തായാലും ഞങ്ങൾ അവിടെ പെട്ടുപോയെന്ന് പറയുന്നൊരവസ്ഥയായിപ്പോയി. അങ്ങനെ പിന്നെ മഴ കുറയുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ മഴ നന്നായിട്ട് കൂടി ഈ അവസ്ഥയിലെത്തി. പിന്നെ മഴ കുറഞ്ഞപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ ഇറങ്ങി ഓടി ഒരൊറ്റ നടത്തമായിരുന്നേ. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ നടപ്പുണ്ട്. ഇവാൻകുട്ടനും പിന്നെ നമ്മുടെ കാത്തു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വഴി കൂടെ പോകുന്ന ഓരോരോ ഇടവഴികൾ കണ്ടുപിടിച്ച് പോകുന്നത് ഇങ്ങോട്ട് കാണിച്ച്. ഇതാണ് ഓരോ ഇടവഴികൾ ശ്രുതി കണ്ടുപിടിച്ച് പോണത്. കാത്തു ഹായ് പറഞ്ഞേ, ഒരു ഹലോ ഗേസ് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി, ഹലോ ഗേസ് പറഞ്ഞേ. എന്താണ്? അങ്ങനെ ഞങ്ങളിതാ ഓരോ ഇടവഴികളിലൂടെയും തിരക്കി പോവാണ്. പട്ടി വന്ന് കൈക്കിട്ട് കടിക്കരുത്. വല്ലവരുടെയും ജനലേക്ക് പിടിച്ച്, ജനലല്ല ഗേറ്റിൽ പോയി പിടിച്ചിട്ട്. അല്ല പിന്നെ ഓരോരുത്തരുടെ വീടിൻ്റെയും ഗേറ്റിൽ പോയി കൈവച്ച് പിടിക്കുക. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതാ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവാഞ്ചി കാത്തുകുട്ടിനെ കൊണ്ടുപോ, പട്ടി വന്നുണ്ടേ. സത്യം പറഞ്ഞാൽ പിള്ളേരെ കൊണ്ട് പോകുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. കണ്ണ് തെറ്റിയാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ യൂണിഫോമൊക്കെ വാങ്ങിച്ച് മുടിവെട്ട് കടയിൽ ചെന്നപ്പോൾ ഒരു സമയമായിട്ടുണ്ടായിരുന്നേ. അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കുമായിരുന്നു. എന്തായാലും ചെന്നപ്പോൾ അവിടെയും പോസ്റ്റ് ആണല്ലോ നോർത്ത് ഇവാൻകുട്ടൻ അവിടെ ക്ഷീണിച്ച മുഖഭാവമൊക്കെ വെച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ് കേട്ടോ. അവൻ എത്രയും പെട്ടെന്ന് ചെയ്ത് മുടിവെട്ടി വീട്ടിൽ പോരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാം, ആ പുറകിലിരിക്കുന്ന ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവസാനം നമ്മളുടെ ഊഴമെത്തി ഗൈസ്. അങ്ങനെ പിന്നെ എന്തേ ഞങ്ങൾ മുടി വെട്ടാൻ കയറിയിരിക്കുകയാണ്. കാത്തു അവിടെ കിടന്ന് കാണിച്ച ബഹളം എന്തൊക്കെയാണെന്ന് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ബഹളമായിരുന്നു അവൾ കാണിച്ചത്. അങ്ങനെ പിന്നെ ഈ വാച്ചയുടെ മുടി ഏതൊക്കെയോ ഒരു സ്റ്റൈലിലൊക്കെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒപ്പിച്ചൊപ്പിച്ച് വെട്ടിയെടുത്തു. കാരണം എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുക. കാരണം നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പരുവത്തിലൊക്കെ ഞങ്ങൾ അവനെ വെട്ടിയെടുപ്പിച്ച് മുടി എന്തൊക്കെ ആയട്ടെ, സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ
ഒരു രീതിയിലൊക്കെ മുടിയൊക്കെ വെട്ടിയിട്ട് ഞങ്ങളിതാ നല്ല ഇരുട്ടുള്ള സമയമായിരുന്നു. എങ്കിലും അവിടെ വീണ്ടും ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ സമയവും തിരിച്ചു പോകുന്ന സമയവും ഇതാണ്. നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിതാ വീട്ടിലേക്ക് പോകുന്ന വഴി. അപ്പം എന്തായാലും നല്ല ഇരുട്ടായി പോയിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ എന്താവും അറിയില്ല. വഴക്ക് കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.